ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ നിഖിൽ, ENT സർജൻ. ഡോക്ടർ ടോക്കിലേക്ക് സ്വാഗതം. നമ്മൾ പല ആളുകളും ചെയ്യാറുള്ളതാണ്, നമ്മളുടെ ചെവിക്ക് എന്തെങ്കിലും ഒരു ഇറിറ്റേഷനോ ചൊറിച്ചിലോ ഉണ്ടാവുകയാണെങ്കിൽ എന്തെങ്കിലും കയ്യിൽ കിട്ടുന്നത് എന്തെങ്കിലും എടുത്ത് ചെവി ക്ലീൻ ചെയ്യുക. ചിലപ്പോൾ ബഡ്സ് ആകാം, ചില ആളുകൾക്ക് പിന്നാകാം, സ്ലൈഡാകാം, ചെവി തോണ്ടിയാകാം. കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും വെച്ച് ചെവി ക്ലീൻ ചെയ്യുക എന്നത്. എന്നാൽ ഇത് ശരിയാണോ? ഇതുമൂലം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം? ഇതിനെപ്പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നമ്പർ 1 പ്രോബ്ലം നമുക്കെല്ലാവർക്കും അറിയാം, ഇയർ കനാൽ ഇഞ്ചുറി. നമ്മളുടെ ചെവിയുടെ ഈ ഉള്ളിലേക്കുള്ള പാസേജിനെയാണ് ഇയർ കനാൽ എന്ന് പറയുന്നത്. എന്നാൽ എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഇതൊരു സ്ട്രെയിറ്റ് പാസേജ് അല്ല. ഇയറിന്റെ അനാറ്റമി നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, ഇതിനൊരു കെർവേച്ചർ ഉണ്ട്, അതായത് ഇതൊരു വളഞ്ഞ പാസേജാണ്. അപ്പോൾ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ഒരു വസ്തു സ്ട്രെയിറ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന ബഡ്സ് ആയിരിക്കാം അല്ലെങ്കിൽ പിന്നായിരിക്കാം, ഇതെല്ലാം സ്ട്രെയിറ്റ് ആണ്. ഇങ്ങനെയുള്ള വസ്തുക്കൾ നമ്മുടെ ചെവിയിലേക്ക് ഫോഴ്സ് കൊടുത്തോ അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ട് ഇടുമ്പോൾ ഈ കെർവേച്ചർ കാരണം ഇത് ഉള്ളിലേക്ക് പോവുകയില്ല, മറിച്ച് ഇത് ഇയർ കനാലും അവിടെയെല്ലാം തട്ടുന്നു. അതുമൂലം അവിടെ ഒരു ഇഞ്ചുറി ഉണ്ടാകും. ഇതിനെ ട്രോമാറ്റിക് ഇഞ്ചുറി ഓഫ് ഇയർ കനാൽ എന്ന് പറയാം. ഇത് മൂലം അവിടെ ബ്ലീഡിംഗ് ഉണ്ടാവാം, മാത്രമല്ല അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകാം. നമ്പർ 2 ഓട്ടിറ്റിസ് എക്സ്റ്റേണ. ഇത് മുമ്പ് ഞാൻ പറഞ്ഞ ഇയർ കനാൽ ഇഞ്ചുറിയുടെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് ആണ്. അതായത് ചില ആളുകൾ ഈ ഇയർ കനാൽ ഇഞ്ചുറി ഉണ്ടാവുകയാണെങ്കിൽ അത് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നു. അത് സ്പ്രെഡായിട്ട് അവിടെയുള്ള ടിഷ്യൂവിലും സോഫ്റ്റ് ടിഷ്യൂവിലും സറൗണ്ടിങ് ആയിട്ടുള്ള ഏരിയയിലും വളരെ വേഗത്തിൽ വ്യാപിക്കുന്നു. അപ്പോൾ എന്തൊക്കെ സിംറ്റംസ് ഇവർക്ക് വരാം? അസഹ്യമായ ചെവി വേദന, ചെവി അടഞ്ഞിരിക്കുന്ന അവസ്ഥ, ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്ന അവസ്ഥ. ഇയർ കനാലിനും ആ സറൗണ്ടിങ് ആയിട്ടുള്ള ടിഷ്യൂ എല്ലാം വളരെ പെട്ടെന്ന് എഡിമാറ്റസ് ആവുകയും, അതായത് വീർത്ത് വരികയും ഈ ഭാഗത്ത് തൊടുമ്പോൾ തന്നെ അസഹ്യമായ വേദന ഇവർക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു. അതുകൂടാതെ തന്നെ ഇവിടെ ഇൻഫെക്ഷൻ വരുന്നു, അതുമൂലം അവിടെ നിന്ന് ഡിസ്ചാർജ് വരും. കൂടാതെ തന്നെ ഈ ഇൻഫെക്ഷൻ താഴോട്ട് സ്പ്രെഡ് ആവുന്നു, അതുമൂലം അവർക്ക് താടിയിൽ അനക്കാൻ പോലും ബുദ്ധിമുട്ടാകുന്നു. അതായത് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഇവിടുത്തെ ജോ മൂവ്മെന്റ് അനങ്ങുവാൻ തന്നെ വളരെ പ്രയാസപ്പെടുന്നു വേദന കാരണം. ഇതിനെയാണ് ഓട്ടിറ്റിസ് എക്സ്റ്റേണ എന്ന് പറയുന്നത്. ഇത് ഡയബറ്റീസ് ഉള്ള ഒരാളിലാണെങ്കിൽ ഇത് വളരെ വേഗത്തിൽ വ്യാപിക്കുന്നു. ഈ കണ്ടീഷനെ മാലിഗ്നന്റ് ഓട്ടിറ്റിസ് എക്സ്റ്റേണ എന്നാണ് പറയുന്നത്. അതായത് ഈ ഇൻഫെക്ഷൻ വളരെ വേഗത്തിൽ വ്യാപിച്ച് അത് സ്കൾ ബേസ് വരെ പോകാൻ ഉള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഡയബറ്റിക് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഒരിക്കലും ഒരു വസ്തുവും ബ്ലൈൻഡായിട്ട് ചെവിയുടെ ഉള്ളിലേക്കിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്പർ 3 ഇഞ്ചുറി ടു ദ ഇയർ ഡ്രം. ഇത് നമുക്ക് മുമ്പ് തന്നെ അറിയാം. പണ്ട് ദൂരദർശനിലും മറ്റും കാണുന്ന ആഡ്സ് ഉണ്ടായിരുന്നു നമ്മളുടെ കുട്ടിക്കാലത്ത്. ബ്ലൈൻഡായിട്ട് ഒരു വസ്തു ചെവിയിലേക്ക് ഇട്ടു, അതിൻ്റെ ഫലമായിട്ട് കേൾവി പോകുന്നത്. നമ്മളുടെ ഇയർ കനാലിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2.4 സെൻറ്റിമീറ്ററേ ഉള്ളൂ. അതിൻ്റെ അറ്റത്താണ് ഇയർ ഡ്രം സ്ഥിതി ചെയ്യുന്നത്, അതായത് ചെവിയുടെ പാട. അപ്പോൾ ഒരു വസ്തു എടുത്ത് ബ്ലൈൻഡായിട്ട് എത്ര ഉള്ളിലോട്ട് പോകുന്നു അത്രയും ഇഞ്ചുറി ഉണ്ടാകാനുള്ള റിസ്ക് കൂടുതലാണ്. ഇങ്ങനെ ബ്ലൈൻഡായിട്ടിട്ട് ഇയർ ഡ്രമ്മിൽ ഇഞ്ചുറി വരുമ്പോൾ അസഹ്യമായ വേദന ഉണ്ടാകാം, ബ്ലീഡിങ് വരാം, അതിൻ്റെ കൂടെ തന്നെ ഹിയറിംഗ് ലോസും വരാം. പലരും ബ്ലൈൻഡായിട്ടും അതുപോലെ തന്നെ ഡീപ്പായിട്ടും ഏതെങ്കിലും ഒരു വസ്തു ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇയർ ഡ്രമ്മിന് ഇഞ്ചുറി വരാനുള്ള റിസ്ക് കൂടുതലാണ്. ഇതുമൂലം ഇയർ ഡ്രമ്മിൽ ഹോൾ വരെ വരുന്നു, അത് കാരണം കേൾവിയെ വരെ ഇത് ബാധിക്കും. അപ്പോൾ ഒരിക്കലും ഒരു വസ്തുവും ബ്ലൈൻഡായിട്ട് ചെവിയുടെ അകത്തേക്ക് ഇടരുത്. നമ്പർ 4 അക്യൂട്ട് ഓട്ടിറ്റിസ് മീഡിയ. ചെവിയിൽ ഹോൾ ഉണ്ടായിരിക്കുന്ന പലർക്കും ചിലപ്പോൾ അത് അറിയണമെന്നില്ല. ചിലർ അത് വെച്ചുകൊണ്ടിരിക്കും, മറ്റുള്ളവർ അത് കാണിക്കും. ഈ ഇയർ ഡ്രമ്മിൽ ഹോൾ ഉണ്ടായ ഒരാൾ ഇത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് സെക്കൻഡറി ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുമൂലം ഈ അണുബാധ അഥവാ ഇൻഫെക്ഷൻ മിഡിൽ ഇയറിലേക്ക് ബാധിക്കാൻ ഇടയുണ്ട്. അപ്പോൾ ഈ കണ്ടീഷനെയാണ് അക്യൂട്ട് ഓട്ടിറ്റിസ് മീഡിയ എന്ന് പറയുന്നത്. ഇനി എന്താണ് അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ചെയ്യേണ്ടത്? പലരും ഇങ്ങനെയുള്ള ഓരോ വസ്തുക്കൾ അവരുടെ ചെവിയിൽ ഇടുന്നത് ചെവി അടഞ്ഞിരിക്കുന്നത് കൊണ്ടോ ചെവിയിൽ ചൊറിച്ചിൽ വരുന്നത് കൊണ്ടോ മറ്റുമാണ്. ചെവിയിൽ പലപ്പോഴും അടവുണ്ടാകുന്നത് ഇയർ വാക്സ് അഥവാ ചെവിക്കായ മൂലമായിരിക്കാം. പക്ഷേ നിങ്ങളൊരു വസ്തു ഇടുമ്പോൾ അത് ഉള്ളിലേക്ക് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇയർ ക്ലീനിങ് തനിയെ ചെയ്യുന്നതിലൂടെ ചിലർക്ക് ചില വാക്സിന്റെ ചില കഷ്ണങ്ങൾ വെളിയിലേക്ക് വന്നേക്കാം, പക്ഷേ ബാക്കിയുള്ള കഷ്ണങ്ങൾ ഉള്ളിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുമൂലം ഉള്ള കേൾവി പലർക്കും കൂടുതലായിട്ട് അടഞ്ഞു പോവുകയും ചെയ്യുന്നു. ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻ വരുവാനും ചാൻസ് ഉണ്ട്. ഇനി പലർക്കും ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ചൊറിച്ചിലാണ്. അപ്പോൾ ഈ ചൊറിച്ചിൽ എന്ന് പറഞ്ഞാൽ വാക്സ് മൂലം മാത്രമല്ല, ചില ആളുകൾക്ക് ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകാം, ചില ആളുകൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ മൂലം ചൊറിച്ചിലുണ്ടാകാം. അപ്പോൾ നിങ്ങളൊരു വസ്തു ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഇടുമ്പോൾ ഇതിലൂടെ തന്നെ ഈ ഇൻഫെക്ഷൻ കൂടുതൽ വ്യാപിക്കുവാനുള്ള ചാൻസ് കൂടുതലാണ്. എന്താണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങളുടെ ചെവിക്ക് അടവോ അല്ലെങ്കിൽ ചൊറിച്ചിലോ നിരന്തരമായി അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ENT ഇവാലുവേഷൻ നടത്തുക. ഡോക്ടർ നിങ്ങളുടെ ചെവി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയും നിങ്ങളുടെ കണ്ടീഷൻ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യുന്നതാണ്. അതനുസരിച്ച് മെഡിക്കേഷൻ തരുന്നതുമാണ്. നിങ്ങളുടെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഈ ഒരു സെൽഫ് ക്ലീനിങ് ആക്ഷൻ മൂലം
നിങ്ങളുടെ കേൾവി തന്നെ ഒരുപക്ഷെ അപകടത്തിലായേക്കാം. അതിനാൽ ഈ പറഞ്ഞ ലക്ഷണങ്ങളുള്ളവർ, ഈ പറഞ്ഞ ശീലമുള്ളവർ ഇനിയെങ്കിലും ഒരിക്കലും ചെവി ഒന്നും കാണാതെ സ്വയമായിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കരുത്. തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ തന്നെ കാണിച്ച് ഇവാലുവേഷൻ നടത്തിയതിന് ശേഷം മാത്രം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഈ വീഡിയോ നിങ്ങൾ പലർക്കും ഉപകാരപ്പെടാൻ ഇടയുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.